ചേലക്കരയിൽ ആദ്യമായി വിവിധ തരം ദോശകളുടെ രുചിക്കൂട്ടുമായി ദോശ ഡൈൻ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു. ദോശകൾക്ക് പുറമെ ഊത്തപ്പം, ഇഡ്ഡലി, ചപ്പാത്തി, പൊറോട്ട തുടങ്ങിയ വിവിധ തരം വിഭവങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഓപ്പണിംഗ് ഷോർട്ട്ലി ഇൻ ചേലക്കര. അന്യമായി കൊണ്ടിരിക്കുന്ന അനുഷ്ഠാന കലകളെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി തിരുവല്ലാമല ഗ്രാമീണ വായനശാല ബാലവേദി സംഘടിപ്പിച്ച കളംപാട്ട് ശില്പശാല വിജ്ഞാനപ്രദമായി. തിരുവല്ലാമല ഗ്രാമീണ വായനശാലയിൽ കളംപാട്ട് ശില്പശാല ശ്രദ്ധേയമായി. അന്യമായി കൊണ്ടിരിക്കുന്ന അനുഷ്ഠാന കലകളെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി തിരുവല്ലാമല ഗ്രാമീണ വായനശാല ബാലവേദിയുടെ നേതൃത്വത്തിൽ കളംപാട്ട് ശില്പശാല സംഘടിപ്പിച്ചു. ആചാര അനുഷ്ഠാന ചടങ്ങുകൾ പരിപൂർണമായി ഒഴിവാക്കി കളംപാട്ടിലെ കലാംശത്തെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയുമാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേരള ഫോക്ലോർ അക്കാദമി പുരസ്കാര ജേതാവും കളംപാട്ട് കലാകാരനുമായ കടന്നമണ്ണ ശ്രീനിവാസനാണ് ശില്പശാല നയിച്ചത്. എന്നാൽ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പരിപാടികളിലൂടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടികളിലൂടെ ഏകദേശം നിങ്ങൾക്ക് കളംപാട്ടിൻ്റെതാണ് എന്നുള്ള ചെറിയൊരു ധാരണ കിട്ടും. അതല്ലെങ്കിൽ ഏകദേശം ഇതിൻ്റെ ഒരു ചടങ്ങിനെ കുറിച്ചും ഇതിൻ്റെ ഐതിഹ്യങ്ങളെ കുറിച്ചും ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കിട്ടും. വേറൊരാൾ ചോദിച്ചാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് പറയാൻ സാധിക്കും, ഇങ്ങനെ വായനശാലയിൽ ഉണ്ടായിട്ടുണ്ട്, ഇതിൻ്റെ പൊടികൾ ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുക, ഒരു നാട്ടു വളാറുണ്ട്, ഇതിൻ്റെ ചടങ്ങുകൾ എന്നുള്ളതൊക്കെയാണ് ഏകദേശം നിങ്ങൾക്കൊരു ധാരണ കിട്ടും. അതന്നെയാണ് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് പാഠപുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന അറിവുകളേക്കാൾ കൂടുതൽ അറിവുകൾ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ലഭിക്കുന്നു എന്നുള്ളതാണ്. പാഠപുസ്തകത്തിൽ അനുഷ്ഠാന കലകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ വളപ്പാട്ട് കഴിഞ്ഞിട്ട് ഒരു ക്ഷേത്രങ്ങളൊന്നും നമുക്കുണ്ടാവും. പക്ഷേ ഇതിൻ്റെ പരിപൂർണമായിട്ടുള്ള ആചാര അനുഷ്ഠാന ചടങ്ങുകളെക്കുറിച്ചും ഇതിൻ്റെ ഐതിഹ്യങ്ങളെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചിട്ടും വേണം ഇന്നത്തെ പ്രത്യേകിച്ച് പുതുതലമുറയുള്ള കുട്ടികൾ മനസ്സിലാക്കേണ്ടത്. ആയതുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ പൊതുവായിട്ട് ഇതിൻ്റെ അനുഷ്ഠാന ചടങ്ങുകൾ പരിപൂർണമായി ഒഴിവാക്കി കലാംശം മാത്രം എന്താണ് എന്ന്. അനുഷ്ഠാന കലകൾ ജനകീയമാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അതെങ്ങനെ ജനകീയമാക്കണമെന്നും അദ്ദേഹം വിശദീകരിച്ചു. പ്രകൃതിദത്തമായ വർണ്ണപ്പൊടികളാൽ കളം വരച്ച ചടങ്ങുകൾ, ഐതിഹ്യങ്ങൾ, ആചാര അനുഷ്ഠാനങ്ങൾ, പൊടികളുടെ നിർമ്മാണ രീതി, അവയുടെ ലോഹസങ്കല്പങ്ങൾ മുതലായ വിവരണങ്ങൾ അടങ്ങിയ സോദോഹരണ പ്രഭാഷണവും നന്ദുണിമീട്ടിയുള്ള കളംപാട്ട് പാടിയുമാണ് ഈ അനുഷ്ഠാന കലയെ പരിചയപ്പെടുത്തിയത്. 256 കളംപാട്ട് ശില്പശാല പൂർത്തിയാക്കിയ ശ്രീനിവാസനെ വായനശാല എക്സിക്യൂട്ടീവ് അംഗവും തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ സ്മിത സുകുമാരൻ ഉപഹാരം നൽകി ആദരിച്ചു. ഗ്രാമീണ വായനശാല സെക്രട്ടറി ബാബു പരശുറാം, കെ ജയപ്രകാശ് കുമാർ, എൻ രാംകുമാർ, സുരേഷ് ബാബു, ബാലവേദി വൈസ് പ്രസിഡന്റ് അഭിനവ് ബി, കെ എസ് ജാനകി, അംഗങ്ങളായ പി ശബരി, പി ശ്രാവൺ, കെ എസ് ജയന്തി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വായനശാല ലൈഫ് മെമ്പർമാർക്കുള്ള ഐഡന്റിറ്റി കാർഡ് തലപ്പിള്ളി താലൂക്ക് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം ഗിരീഷ് രാധാകൃഷ്ണൻ, വായനശാല എക്സിക്യൂട്ടീവ് അംഗം ശകുന്തള എന്നിവർ ചേർന്ന് വിതരണം ചെയ്തു. CCTV ന്യൂസ് തിരുവല്ലാമല.